നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് 3 മുട്ട ഒരു മിക്സി ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ, 1 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 പീസ് ബ്രെഡാണ് വേണ്ടത്. മീഡിയം സൈസിലുള്ള 6 പീസ് ബ്രെഡ് ഇതുപോലെ കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഈ പോള ഉണ്ടാക്കുന്ന പാത്രം ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് വേണം നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട്. നേന്ത്രപ്പഴം മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ കൂട്ട് കാണാത്ത രീതിയിൽ മുകൾ ഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പഴം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറുത്ത എള്ളു കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്ക്യൂവറോ മറ്റോ വെച്ച് കുത്തി നോക്കിയാൽ ക്ലീൻ ആയിട്ടിനെ കിട്ടുന്നതെങ്കിൽ നെയ്യ് ബ്രഷ് ചെയ്തിട്ടുള്ള പാനിലേക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറു ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നേന്ത്രപ്പഴം ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.